സംസ്ഥാനത്ത് എവിടെയും വാഹന രജിസ്ട്രേഷൻ ചെയ്യാമെന്ന പദ്ധതി ഉടൻ നടപ്പിലാക്കില്ല. നിരവധി മാറ്റങ്ങൾ വരുത്തിയാലേ ഏകീകൃത രജിസ്ട്രേഷൻ നടക്കൂവെന്ന് ഗതാഗത കമ്മീഷണർ പറഞ്ഞു. വിഷയത്തിൽ പഠനം നടത്താൻ ഗതാഗത കമ്മീഷണർ കമ്മിറ്റി രൂപീകരിച്ചു. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവ് നേതൃത്വം നൽകും. സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, ഈ ഏകീകൃത വാഹന രജിസ്ട്രേഷനിൽ ഇപ്പോൾ എന്തെല്ലാം പരിമിതികളാണുള്ളത്? ഇത് മറികടന്നുകൊണ്ട് എപ്പോഴത്തേക്ക് ഇത് ആക്റ്റീവ് ആവുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? സൈഫുദ്ദീൻ, ആദ്യം ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സംസ്ഥാനത്ത് മേൽവിലാസമുള്ള ആളുകൾക്ക് എവിടെ വേണമെങ്കിലും വാഹനം രജിസ്റ്റർ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനം. പക്ഷേ അത് ഉടൻ നടപ്പിലാക്കില്ല എന്നാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ CH നാഗരാജ് വ്യക്തമാക്കിയത്. ഇതിന് പ്രധാന കാരണമായിട്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടിക്കുന്നത്, ഒന്ന്, ഈ സിസ്റ്റം മുഴുവൻ പൊളിച്ച് എഴുതിയാൽ മാത്രമേ അതിൽ ഒരു വ്യക്തത വരുത്താൻ കഴിയുകയുള്ളൂ. അതുപോലെ ഡിസ്ട്രിക്ട് വൈഡ് നമ്പേഴ്സ് പല കാര്യങ്ങളിലും അത് മാറ്റം വരുത്തേണ്ടതുണ്ട്. ഈ പറയുന്ന പോലെ സോഫ്റ്റ്വെയറിലടക്കം മാറ്റം വരുത്തേണ്ടതുണ്ട്. പോളിസികളിൽ മാറ്റം വരുത്തേണ്ടി വരും. ഫാൻസി നമ്പർ കൊടുക്കുന്ന കാര്യത്തിൽ മാറ്റം വരുത്തേണ്ടി വരും. അപ്പം ഇതെല്ലാം തന്നെ വിശദമായിട്ട് പഠിച്ച ശേഷം മാത്രമേ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ എന്നാണ് ഗതാഗത കമ്മീഷണർ CH നാഗരാജു വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് ഇത് വ്യക്തമായി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചത്. സീനിയർ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആർ രാജീവിന്റെ നേതൃത്വത്തിലായിരിക്കും ഈ ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം പഠനവും മറ്റുമൊക്കെ നടത്തുന്നത്. 2 ആഴ്ചയ്ക്കകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ഈ ഹൈക്കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അതിൽ അപ്പീൽ പോകുന്ന കാര്യവും മോട്ടോർ വാഹന വകുപ്പ് ആലോചിക്കുന്നുണ്ട്. സൈഫുദ്ദീൻ. ശരി സനൂപ്.